അവിഹിതത്തിന്റെ രണ്ടാം ഭാഗത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ അതുപോലെ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാം. വളരെ ആവേശഭരിതമായിട്ടാണെന്ന് അറിയാം ഞാൻ ഈ വീഡിയോസ് ഒക്കെ കുറച്ചും കൂടി ആവേശത്തിലാക്കിയത്. സോ നമുക്ക് നല്ല സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എന്തൊരു ആവേശമാണ് ഗൈസ് എൻ്റെ ഓഡിയൻസിന്. ആൻഡ് ഓൾസോ കാണാത്തവർ പോലും ഈ ഒരു വീഡിയോ കണ്ടു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ ഞാൻ അന്ന് ഷോക്കായതിനേക്കാൾ അധികം ഇന്ന് ഷോക്കിങ്ങിലാണ്. യുനോ വൈ? എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് അറിയോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ. എന്ത്? തന്നെ. ഹേയ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ ലെറ്റ്സ് ടോക്ക് എപ്പിസോഡ് അവിഹിതം പാർട്ട് 2. സോ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ ഒരു അവിഹിതം അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ സെക്കൻഡ് പാർട്ട് എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ നോർമലി ഇതിനു മുമ്പും ലെറ്റ്സ് ടോക്ക് എപ്പിസോഡിൽ പല കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചർച്ചകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ റിയാക്ഷന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് കുറച്ച് സീരിയസ് ആണെന്ന് ഞാൻ വീഡിയോ, അതായത് പാർട്ട് 1 അപ്ലോഡ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു കാര്യത്തിൻ്റെ ഒരു ഇരിപ്പിക്കേന്ദ്രം നിസ്സാരക്കാരനല്ല ഗായ്സ്. സോ എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പേ എനിക്ക് വന്നിട്ടുള്ള അഭിപ്രായങ്ങളെക്കുറിച്ച് ഞാനൊരു വിശകലനം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വന്നിട്ടുള്ള ഒരു റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻസിനെക്കാളും പേഴ്സണലായിട്ട് വന്നിട്ടുള്ളതാണ് കൂടുതലും. ഒരുപാട് പേര് മടിക്കുന്നുണ്ട് കമൻസ് ഇടാനായിട്ട്. അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചിരിക്കുന്നത്. അതൊന്നും ഒരു കുഴപ്പമില്ല. അഭിപ്രായങ്ങൾ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. പിന്നെ ബേസിക്കലി ഇതാണ് എൻ്റെ പ്രശ്നം. ഞാനൊരു കാര്യം സംസാരിക്കുമ്പോൾ ചില സമയങ്ങളിൽ, ഒട്ടുമിക്ക സമയങ്ങളിൽ ഞാൻ തെന്നി മാറുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതും ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഒരേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് സംസാരിക്കുന്നു. യെസ്, ഓഫ് കോഴ്സ് അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ആക്ച്വലി ഞാനിത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് ഇതിനേക്കാളും റിപ്പീറ്റേഷൻ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബോർ അടിക്കുന്നുണ്ടാവും. സോ ക്ഷമിക്കുക, വേറെ വഴിയില്ല. എനിക്കിത് പറഞ്ഞ് മാത്രമേ അതിനെ മാറ്റാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോസ്, ചർച്ചകൾ, ഡിസ്കഷൻ, ഞാൻ തന്നെ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ റിപ്പീറ്റഡ്ലി പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അഭിപ്രായങ്ങളിൽ വീഡിയോസ് കൊള്ളാം, നല്ലൊരു രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റേഷൻ വരുന്നുണ്ടെന്നും കൂടി ആൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അതെനിക്ക് അറിയാം. ഞാനിങ്ങനെ എടുത്തെടുത്ത് തന്നെ മാറ്റണം. അതന്നെ ഒരേപോലത്തെ കമൻസാണ് എനിക്ക് അധികവും വന്നിട്ടുള്ളത്. സോ എല്ലാത്തിനെയും റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരേ ഒരു അഭിപ്രായം മാത്രമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏകദേശം ഈ ഒരു രീതിയിലാണ് അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പേഴ്സണലായിട്ട് മെസ്സേജസ് എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. ആരാണ് ആ അവിഹിതിക്കുന്നവർ? നമുക്കറിയുന്നവരാണോ? നമ്മുടെ കൂടെയുള്ളവരാണോ? നിനക്കറിയുന്നവരാണോ? നിനക്കറിയാത്തവരാണോ? എന്തൊക്കെ ചോദ്യങ്ങളാണ് എനിക്ക് വരുന്നതെന്നറിയോ ഗൈസ്. ഇതുവരെയായിട്ടും എൻ്റെ വീഡിയോസിന് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോസ് ഇടുമ്പം എനിക്ക് ഇത്ര മെസ്സേജസ്, ഇത്ര റെസ്പോൺസ് ഒന്നും എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദ ടോപ്പിക് ഗൈസ്. ആ ടോപ്പിക് അത്രയും സീരിയസ് ആയിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ചും കൂടി ഇത് വന്നിട്ടുള്ളത്. സോ നമ്മളത് നിസ്സാരക്കാരനല്ലാത്തത് കൊണ്ട് നമ്മളതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കുന്നു. അതാണ് നമ്മുടെ ഈ വീഡിയോ. പറഞ്ഞില്ലേ എനിക്ക് റിപ്പീറ്റേഷൻ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. സോ ഗൈസ് ഒന്ന് സബൂറാക്കാം. ഞാൻ മാറ്റിയിരിക്കും. സോ എന്തായാലും അതൊക്കെ തന്നെയാണ് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴല്ലേ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താണെന്നറിയോ. പക്ഷേ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്ക് അതൊക്കെ എവിടെയോ മിന്നിമായിരുന്നു ഗൈസ്. ഓക്കെ, ഇതൊരിക്കലും ഒരു ഫണ്ണി വീഡിയോ അല്ല. എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. കുറേ മെസ്സേജസിൻ്റെ ഇടയിൽ ഒരു കോള്. അപ്പോൾ ആ കോള് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവളുടെ കുറച്ച് കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തു. വിത്ത് ഹെർ പെർമിഷൻ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഇതുപോലെയാണ് പലരുടെയും ലൈഫ്, അല്ലെങ്കിൽ പലരും കടന്നു പോകുന്ന വഴികൾ. ആരാ എന്താ അത്തരത്തിലുള്ള ക്രെഡൻഷ്യൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. സോ നിങ്ങൾ കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക. അവിഹിതം ഒരിക്കലും ഒരു സിമ്പിൾ കാര്യമല്ല. അത് എത്രത്തോളം മനുഷ്യനെ എഫക്റ്റ് ചെയ്യുന്നു, എത്രത്തോളം അത് ബാധിക്കുന്നു എന്നുള്ളത്
അവരവരുടെ ലൈഫിൽ വന്നാൽ മാത്രമേ അവർക്കറിയത്തുള്ളൂ. ആ ഒരു രീതിയിലുള്ളൊരു ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ കുട്ടി വളരെ ചെറുപ്പത്തിലേ കല്യാണം കഴിച്ചു. അതും പ്രേമിച്ച ഒരാളെ തന്നെയാണ് കല്യാണം കഴിച്ചത്. അത്രയും ഇഷ്ടപ്പെട്ട്, അത്രയും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് മോഹങ്ങൾ. അങ്ങനെ അവരുടെ ലൈഫ് ജീവിക്കാൻ, അവരൊരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങി. തുടക്കത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എങ്കിലും സാധാരണ ദമ്പതികൾക്കിടയിൽ ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാലോ, നോർമലി ഒരു ഫാമിലി ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു കപ്പിൾസ് ആകുമ്പോൾ ആരാണെങ്കിലും ഒരു നോർമലി നടക്കുന്ന പ്രശ്നങ്ങളെ അവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ ജീവിതത്തിൻ്റെ ഇടയിൽ അവർക്ക് കുട്ടികളുണ്ടായി, ഒരു കുട്ടി. ഓക്കെ, ആ ഒരു കുട്ടി ജനിച്ച് 6 മാസം ആകുമ്പോഴേ ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് വേറെ കുറച്ച് അട്രാക്ഷൻസ് ഒക്കെ തോന്നുന്നതാണ്. ലൈക്ക് ഇത് ഭാര്യ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ, ഇവക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവൻ്റെ പെൻഡ്രൈവ് കിട്ടാനിടയായി. ആ പെൻഡ്രൈവിൽ ഇവൾക്ക് ഒരുപാട് രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് അവൾ കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ അവൾ കണ്ടു. കാണാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അത് അവളെന്നല്ല, ആരും കാണാൻ പാടില്ല. അവളുടേതാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ വേറൊരു സ്ത്രീൻ്റെ കൂടെയുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ അവൾ അതിൽ കണ്ടു. അവൾ പെട്ടെന്നൊരു ആക്ഷൻ എടുത്തിട്ടില്ല. ലൈക്ക് അവനോടിങ്ങനെ ചോദിച്ചു, എന്താണിതൊക്കെ, എന്തിനാണിതൊക്കെ? നിങ്ങൾ ആലോചിക്കണം, സ്നേഹിച്ച് 2 പേര് പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഫേസ് ചെയ്യുന്ന കുട്ടിക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലേ? യെസ്. അങ്ങനെ ആ ചെറുക്കനോട് ഇവൾ ചോദിച്ചപ്പോൾ ആ ചെറുക്കൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എന്തിനാ ഇതെടുത്തത്? മനസ്സിലാവുണ്ടോ? നീ എന്തിനാണ് അതെടുത്ത് നോക്കിയത്? അതായിരുന്നു ആ ചെറുക്കൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ. ഇവൾക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇവൾ എന്ത് പറയണം, എങ്ങനെ പ്രതികരിക്കണം എന്ന് ഒരു ഐഡിയയും അവൾക്കില്ല. ബിക്കോസ് ഓൾറെഡി ചെറിയ പ്രായമാണ്, അത്ര വയസ്സൊന്നുമില്ല. മനസ്സിലാവുന്നു? സോ അതിൻ്റേതായിട്ടുള്ള പക്വതയില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവൾക്കത് മാനേജ്, അവൾ ബ്ലാങ്കാണ്. ഇങ്ങനെ കണ്ടപ്പോൾ, ഞാൻ ഇഷ്ടപ്പെട്ട ചെറുക്കൻ ഇങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് എങ്ങനെയാണെന്ന് അവൾക്ക് ചുറ്റിനും ബ്ലാങ്ക് പോലെയാണ് അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, അവൾ ആ കണ്ടത്, അല്ലെങ്കിൽ അവൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തതിനേക്കാളും ആ ചെറുക്കൻ ചോദിച്ചത് എന്തിനാണ് നീ എടുത്തത്, അതാണ് അവിടുത്തെ ഒരു പ്രശ്നമായിട്ടാണ് അവനതിനെ കൊണ്ടെത്തിച്ചത്. അവനത് ചെയ്തത് തെറ്റല്ല, അതെടുത്തതാണ് അവൾ ചെയ്ത തെറ്റ്. അതാണ് ഇവിടുത്തെ മെയിൻ തെറ്റ് എന്നുള്ള രീതിയിലേക്കാണ് അത് പിന്നീട് കൊണ്ടുപോയത്. ഇത് ആ ഒരു തുടക്കത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ആയിട്ടാണ് ഈ ഒരു സംഭവം നടന്നത്. പിന്നീട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് സംഭവ വികാസങ്ങൾ അവർക്കിടയിൽ നടന്നു. ഒരിക്കലും താങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു അവരുടെ ഇടയിൽ നടന്നതൊന്നും. ആരോടും പറയാനോ ആരോടും ഒന്നും ഷെയർ ചെയ്യാനോ, ഇവൻ എന്താ പറയുക, അവർക്കൊരു നല്ല ഫ്രണ്ട്സ് ബേസ് പോലെ ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഒരു അവസ്ഥയിൽ അവൾ ആകെ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നു ഇവൻ കാരണം. ഇവൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ഐഡിയയിൽ നിന്ന് അവൾ തെന്നി മാറിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇവളുടെ ലൈഫിൽ ഇവർക്ക് പലതും തോന്നിയേക്കാം ആ ഒരു സിറ്റുവേഷനിൽ. ഇവനിങ്ങനെ ഒരുപാട് സ്ത്രീകളുമായിട്ട് പല ബന്ധത്തിലും ഏർപ്പെട്ടു. പല രീതിയിലായിരുന്നു. ഇവർ വലിക്കുകയൊക്കെ ചെയ്യുന്ന ചെറുക്കനാണ്. സോ ഗേൾസുമായിട്ട് പല ഇടപാടുകളും പല രീതിയിലുള്ള ബന്ധങ്ങളും പുലർത്തിയിരുന്നു. ഇതൊക്കെ ഇവളെ എന്താക്കി ഭയങ്കരമായിട്ട് തളർത്തി. പക്ഷെ എങ്കിലും അവളവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവൾക്ക് വേണ്ടിയത് ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻ്റ് അല്ലായിരുന്നു. ബിക്കോസ് ഇവളെ മെൻ്റലി ഭയങ്കര ഡൗൺ ആയി. ഇവൾക്ക് ഒരു ഫ്രണ്ടിനെ വേണം, അല്ലെങ്കിൽ ഇവളെ ഒന്ന് ജസ്റ്റ് വർത്താനം പറയുന്നത് കേട്ടിരിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാളെ വേണമായിരുന്നു. പക്ഷേ ആ ടൈമിലെല്ലാം ഇവിടെ ഫ്രണ്ട്സൊക്കെ ചെയ്തത് എന്താണെന്നറിയാമോ? അവോയ്ഡ് ചെയ്തു. ലൈക്ക്
ഇവളിങ്ങനെ ഇവളുടെ കുടുംബമായിട്ട് ഇവളൊറ്റയ്ക്ക് അല്ലെങ്കിൽ ഇവൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഇവളുടെ ഫ്രണ്ട്സൊക്കെ കരുതിയിട്ടുണ്ടാവുക. അങ്ങനെ ആയിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ പല റീസൺ കൊണ്ടും ഇവൾ ഒറ്റപ്പെടലായിരുന്നു ജീവിതത്തിൽ. സോ ഇവൾ മെല്ലെ മെല്ലെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാം വെറുതെ ആയിപ്പോയി. അല്ലെങ്കിൽ ഇവളുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ നരകതുല്യം അല്ലെങ്കിൽ എന്തിനോ വേണ്ടി ജീവിക്കുന്ന രീതിയിലായിരുന്നു ഇവളുടെ ജീവിതം. നിങ്ങൾ മനസ്സിലാക്കണം, ഇവൾക്ക് അത്രയും വയസ്സൊന്നും ആയിട്ടില്ല. എങ്കിൽ പോലും ജീവിതം മടുത്തൊരവസ്ഥയിലാണ്. എങ്ങനെ മടുക്കാണ്ടിരിക്കും? അവൾ ഇഷ്ടപ്പെട്ട ചെറുക്കൻ ഈ രീതിയിലുള്ള പെരുമാറ്റത്തിലൂടെ പോകുമ്പോൾ അവൾക്ക് കണ്ടു നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. പല പ്രശ്നങ്ങളും ഇതിൻ്റെ ഇടയിൽ. അതിനുശേഷം വേറൊരു കുട്ടിയുണ്ടായി. ഇപ്പോൾ 2 കുട്ടിയുണ്ട്. സോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുമ്പോഴും ഇവൾ മക്കളെ നോക്കുമ്പോഴും അവൾക്ക് കിട്ടേണ്ട ഒരു കൺസിഡറേഷൻ ആസ് എ വൈഫ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ഒന്നിനും ഒരു ഇതുണ്ടാകാത്തത് അവളെ അത്രത്തോളം തളർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്രണ്ട്സ് ഇല്ലായ്മ, അതും അവളെ നല്ലപോലെ തളർത്തിയിട്ടുണ്ടായിരുന്നു. പതിയെ പതിയെ അവളിത് മറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾക്കിത് തരണം ചെയ്യണമല്ലോ എന്നുള്ള രീതിക്ക് ഇവൾ വേറെ കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ നോക്കി. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൾക്ക് അവളുടെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ മെൻ്റലി ഒന്ന് കുറച്ചെങ്കിലും സപ്പോർട്ടീവായിട്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് കിട്ടുമോ എന്നുള്ള രീതിക്കായിരുന്നു അവളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒരുപാട് ഫ്രണ്ട്സുകൾ വന്നുപോയി. പക്ഷേ പലരും അതിനെ പല രീതിയിലാണ് കണ്ടിരുന്നത്. അത് അവളെ ഒരുപാട് തളർത്തി. കാരണം അവൾക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടുന്നില്ല. ലൈക്ക് ഇപ്പം ഏതെങ്കിലും ഒരു മെയിൽ ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് അടുപ്പമുള്ള പോലെ അവളുടെ അടുത്ത് പെരുമാറും. നിനക്ക് എന്ത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് എന്തും തുറന്നു പറയാം, നിൻ്റെ വിഷമങ്ങളൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിശ്വസിക്കും. പ്രത്യേകിച്ച് അത്രയും വീക്കായൊരു കുട്ടി എന്തായാലും എന്ത് ചെയ്യും? അവരെ വിശ്വസിച്ച് പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുമ്പം ഇതൊക്കെ എന്താണ്, ലൈക്ക് അവരത് അനുഭവിക്കാത്തത് കൊണ്ട് ഇങ്ങനെയാണോ, അപ്പം ഇവൾ ഒന്നാമതൊരു കല്യാണം കഴിഞ്ഞ കുട്ടിയാണല്ലോ. സോ ഇവളുടെ അടുത്ത് പലതും നടക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ എന്തെങ്കിലും റിലേഷൻ കീപ്പ് ചെയ്യാം. പലരും ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇവളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തത്. പക്ഷേ ഇവക്കതല്ല വേണ്ടത്. ഇവൾ വിചാരിക്കുന്നത് ഒരു ഫ്രണ്ട് അവളെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുക, അത്ര മാത്രമേ ഇവൾ വിചാരിക്കുന്നുള്ളൂ. പക്ഷേ ഇവളെ അപ്രോച്ച് ചെയ്യുന്നവർ പലരും, എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും പലരും ആ ഒരു രീതിക്കായിരുന്നു അവളുടെ അടുത്ത് ബിഹേവ് ചെയ്തത്. ഒരു പരിധി വരെ അവളതിനെ തടുത്തു, അല്ലെങ്കിൽ ഇപ്പോൾ അവൾ കട്ട് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എങ്കിൽ പോലും പല രീതിയിലുള്ള ഒരു മോശം ആക്ടിവിറ്റീസ് അവൾക്ക് തരണം ചെയ്യേണ്ടി തന്നെ ഇരുന്നു. അതാണ് സത്യാവസ്ഥ. ഇങ്ങനെയാണ് അവളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഇതുതന്നെയാണ് നടക്കുന്നത്. ഒരു മാറ്റവുമില്ല. അവൾ ആ 2 കുഞ്ഞുങ്ങളെ നോക്കി, അവൻ്റെ കാര്യങ്ങളും നോക്കി, അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്, അവൻ്റെ ഓരോ കാര്യങ്ങളും നോക്കലുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും അവൾ ഫേസ് ചെയ്യുന്ന കാര്യമാണ് അവൾ അത്രയും സങ്കടത്തോടെ എന്നോട് ഷെയർ ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഒരുമാതിരിയായി. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും അവൾക്ക് പറ്റുന്ന, അല്ലെങ്കിൽ അവളെങ്ങനെ പോകണം എന്നുള്ള കാര്യം ഞാൻ അവൾക്ക് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ എന്തായാലും പറയും. ഇതേപോലെ ഷെയർ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും, അല്ലേ? ഇപ്പം എന്നോട് ഇവളിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി. ഇതുവരെ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും ചുറ്റിൽ നമ്മുടെ കൂടെ നടക്കുന്ന പലരും ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അവർ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെയാണ് പലരുടെയും കാര്യങ്ങൾ. അവർ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവാം, ഓരോന്ന് കാണുന്നുണ്ടാവാം. പക്ഷേ എല്ലാവരോടും അവർക്ക് തുറന്ന് സംസാരിക്കണം എന്നില്ല. ബിക്കോസ് അതങ്ങനെ ആണ്. ഒന്നാമത് അവൾ കുറേ ഫ്രണ്ട്സിനെയൊക്കെ സെറ്റാക്കാൻ നോക്കി. ഒരു മിസ്ബിഹേവ് വന്നപ്പം അവൾക്കതിനോട് പേടിയായി. സത്യം പറഞ്ഞാൽ എങ്ങനെ പോകണം, അല്ലെങ്കിൽ എങ്ങനെ ഇതാവണം. ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒറ്റപ്പെടലായി, ഫാമിലീസിൻ്റെ അടുത്ത് ഒറ്റപ്പെടലായി. അങ്ങനെ മൊത്തത്തിലൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന ആ ഒരു കുട്ടിക്ക് ആകെയുള്ളൊരു സമാധാനം ചിലപ്പോൾ അവരുടെ മക്കളായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? 2 ചെറിയ കുട്ടികളാണ്. സോ എത്രത്തോളം വിഷമമുള്ള കാര്യമാണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് ഊഹിക്കാൻ പറ്റത്തില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. ഞാനത് നല്ലപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ അനുഭവം വന്നില്ലെങ്കിൽ പോലും എനിക്കത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അതുപോലെയാണ് അവളോട് സംസാരിച്ചത്. ആൻഡ്
ഇത് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ചുറ്റിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വർത്തമാനം കേൾക്കാൻ നല്ലൊരു ഫ്രണ്ടായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കറിയത്തില്ല, നമ്മൾ പലതും അറിയുന്നുണ്ട്, പഠിച്ചെല്ലാവരും കാക്കട്ടെ, പലരും ആത്മഹത്യാ ശ്രമം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ചുറ്റിലും കേൾക്കലുണ്ട്. സോ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇത്രയും പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്നുള്ള പല ന്യൂസും നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. അതൊക്കെ കൂടി ഞാൻ വേറെ അവിടുത്തെ സ്ഥലത്തെ കാര്യമല്ല, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സോ അത്രയും വിഷമങ്ങളും അത്രയും ഇതൊക്കെ സഹിച്ചിട്ടാണ് അവർ ലാസ്റ്റായിട്ട് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അതുവരെ ആരും കൂടെ ഉണ്ടാവില്ല. മരിച്ചു കഴിയുമ്പോഴായിരിക്കും നമുക്ക് തോന്നുക, ഓ നമ്മളൊന്ന് കേട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇതാക്കിയാൽ മതിയായിരുന്നു വർത്തമാനം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. ആരെങ്കിലും നമ്മുടെ ചുറ്റിലും അവരുടെ മുഖം വാടുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഇതിനൊക്കെ വലിയ പൈസയുടെ ഇടപാടൊന്നുമില്ല. അവർക്ക് ആകെ വേണ്ടിയെന്നറിയും ഈ 2 ചെവികളായിരിക്കും. ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. അവർക്ക് സൊല്യൂഷനും വേണ്ട, അവർക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേട്ടാൽ മാത്രം മതി. ചില പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണത്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ഇതുപോലത്തെ എത്ര പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ വേറെ ആൾക്കാരുടെ ഒന്നും കേൾക്കാനൊന്നും പോകണ്ട. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ കൂടെ നമ്മൾ കാണുന്ന ആൾക്കാർ, നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെങ്കിലും ഉണ്ടാവേണ്ടേ? അങ്ങനെ ഓരോ സ്ഥലത്തും ഒരാളുണ്ടെങ്കിൽ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന പലർക്കും ഒരു സമാധാനം ആവൂലേ? അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പം എനിക്ക് തോന്നിയ കാര്യമാണ്. സോ നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ വിഷമങ്ങളിൽ പങ്കുചേരുക. ഒരുപക്ഷെ നമുക്ക് പറ്റും അവരെ നമ്മുടെ കൂടെ ഹാപ്പി ആയിട്ട് കൊണ്ട് നടക്കാൻ, അല്ലെങ്കിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അത് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ അതുപോലെ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവളോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് സൊല്യൂഷൻ എന്നൊന്നുമല്ല, എങ്കിൽ കൂടിയും അവളിപ്പം അവളെ ഹസ്ബൻഡിനെയും അല്ലെങ്കിൽ അവളുടെ ഉമ്മാനെയും ഒക്കെ ആയിട്ട്, ഉമ്മ വാപ്പ ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവൾ ജീവിക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞ്, നീ ഒന്നും ആലോചിക്കണ്ട, നിനക്കറിയാം നിൻ്റെ ലൈഫ് ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? സോ നീ ഒന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാം. നീ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവണം. നീ ആരുടെ കയ്യിൽ നിൻ്റെ ആവശ്യങ്ങൾക്കുള്ള ചിലവ് നീ വാങ്ങിക്കാണ്ടിരിക്കുക. അത് നീ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നിൻ്റെ മക്കൾ, അവർ ഇന്ന് നീ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, നീ ഇപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നാളെ അതൊരു വലിയ സമ്പത്താണ്. പൈസേനേക്കാളും സ്വത്തിനേക്കാളും എല്ലാത്തിനേക്കാളും വലിയൊരു സമ്പത്താണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അതുപോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, ഈ 2 കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു, നിനക്ക് എന്ത് വിഷമം വന്നാലും, നിനക്ക് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ഹെൽപ്പ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് ഏത് സമയത്തും വിളിക്കാം, എന്നോട് സംസാരിക്കാം എന്നുള്ള ഒരു ഫ്രീഡവും ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് അവൾക്കത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. മനസ്സിലാണ്ടോ? അവൾ എൻ്റെ അടുത്ത് പൈസയല്ല ചോദിച്ചത്, അല്ലെങ്കിൽ വേറെ വല്ല സഹായമല്ല ചോദിച്ചത്, ജസ്റ്റ് കേട്ടിരിക്കുകയെന്ന് മാത്രം. അതെന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ ഞാനും എന്തിനാണ് ജീവിക്കുന്നത്? ഞാനെന്നല്ല, നമ്മൾ ഓരോരുത്തരും എന്തിനാണ് ജീവിക്കുന്നത്? നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ആൻഡ് ആൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളും ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, നിങ്ങൾക്കത് ആരോടെല്ലാം ഷെയർ ചെയ്യണമെന്നുണ്ടോ, ഉറപ്പായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മെയിൽ ID ഇവിടെ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നമുക്ക് അറിയുമ്പോഴാണ് അറിയുന്നത് പല കാര്യങ്ങളും. സോ നിങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ വേണം, നിങ്ങൾക്ക് മനസ്സിന് ഇത് എവിടെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലേക്ക് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അയക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയും വരെ കണ്ടു തീർത്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ചുറ്റുപാടിലുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.